റോയൽ സിൽക്സ്, റോയൽ ജംഗ്ഷൻ, TB റോഡ്, ഒറ്റപ്പാലം. പാലക്കാട് നഗരസഭ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾ ബയോമൈനിംഗ് പ്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ മെയ് 31-നകം പൂർത്തീകരിക്കാനാവുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കൂട്ടുപാതയിലെ നഗരസഭാ മാലിന്യ പ്ലാന്റിൽ നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തികൾ നേരിട്ടെത്തി വിലയിരുത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 20 ഇടങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യ നീക്കം നടത്തുന്നുണ്ട്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലൂടെ വലിയ മാറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്. ഗുരുവായൂരിലെ ശവക്കോട്ട എന്നറിയപ്പെട്ടിരുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം ഇന്ന് പൂങ്കാവനമായതുപോലെ കുപ്പക്കാട് എന്നറിയപ്പെടുന്ന പാലക്കാട്ടെ ട്രഞ്ചിങ് ഗ്രൗണ്ടിനും മാറ്റം വരും. മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ ഏക്കർ കണക്കിന് ഭൂമി വീണ്ടെടുക്കാനാവും. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നതെന്നും മന്ത്രി പറഞ്ഞു. അറിയപ്പെട്ടിരുന്നത് കുപ്പക്കാട് എന്നാണ്. കുപ്പക്കാട് എന്ന് അറിയപ്പെട്ട സ്ഥലമാണ്. അത് അവിടെയാണ് ഇപ്പോൾ മാറ്റം വരാൻ പോകുന്നത്. നിലവിലുള്ള ഷെഡ്യൂൾ അനുസരിച്ച് 31 മെയ് ആവുമ്പോഴേക്കും ഇത് ബയോമൈനിങ് പൂർത്തിയാക്കാൻ പറ്റും. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ്, LSGD ജോയിന്റ് ഡയറക്ടർ MK ഉഷ, നവകേരള മിഷൻ കോർഡിനേറ്റർ സൈതലവി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ G വരുൺ, സംസ്ഥാന വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് ജീവനക്കാരായ ശില്പ, സീന പ്രഭാകർ, ഡോക്ടർ അനിത, മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രതിനിധികൾ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.